ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിലും മുന്നണിയിലും തിരുത്തൽ വേണമെന്ന് ആവർത്തിക്കുകയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കണക്കുകളോ വിശകലനങ്ങളോ കൊണ്ട് പരാജയത്തെ വിജയമാക്കി മാറ്റാനാകില്ല, മാറ്റം വേണമെന്ന് ജനം പറയുകയാണെന്ന് ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തെയും ബിനോയ് വിശ്വം പരോക്ഷമായി വിമർശിച്ചു. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും വിരുദ്ധമായിട്ട് ഞങ്ങൾക്ക് LDFന് ഇവിടെ പരാജയമുണ്ടായി. ഏതെങ്കിലും കണക്കോ കാര്യങ്ങളോ പറഞ്ഞ് ഇത് പരാജയമല്ല, ഇത് വിജയമാണ് എന്ന് പറയുന്ന ആ വഴിക്കല്ല പോകേണ്ടത്. പരാജയമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ചില മാറ്റങ്ങൾ വേണമെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ വിധിയെഴുത്ത്. എല്ലാ കുറ്റവും CPMനാണെന്ന ചിന്ത CPIക്കില്ല. ഭരണവിരുദ്ധ വികാരത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. ഗീവർഗീസ് മാർ കുർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഇതുപോലത്തെ വിമർശനം ബിഷപ്പ് കൂറിലോസ് നടത്തിയത് CPIയെ പറ്റിയാണെങ്കിൽ ഞാൻ പ്രതികരിക്കും. പക്ഷെ ആ പ്രതികരണം എന്തായാലും ഈ രീതിക്കായിരിക്കില്ല. ഞാൻ പ്രതികരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് എൻ്റെ രീതിയാണ്. എൻ്റെ രീതിയായിരിക്കണം അദ്ദേഹത്തിൻ്റെ എനിക്ക് പറയാൻ പറ്റും. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി CPI എക്സിക്യൂട്ടീവിൽ തർക്കമല്ല, ചർച്ചയാണുണ്ടായത്. CPIയിൽ പ്രശ്നമെന്ന് വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളുടെ ശ്രമമെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. ഗുഡ് ഈവനിംഗ് സുജയ. CPI വീണ്ടും ഒരു തിരുത്തൽ ശക്തിയായി മാറുന്നു എന്നുള്ളതാണോ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും ഒക്കെ പരാമർശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആകെ മൊത്തം നമുക്ക് കിട്ടുന്ന ഒരു ഇൻടേക്ക്? സുജയ, നമ്മുടെ ആദിൽ പാലോടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് ഇന്നലെ വിശദമായി സംസാരിച്ചത്. ബിനോയ് വിശ്വം പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുകയും അതോടൊപ്പം തന്നെ എല്ലാ കുറ്റവും CPMന്റെ മേൽ ചാരുക എന്ന് പറയുന്ന ഒരു രീതി സാധാരണഗതിയിൽ വാർത്തയ്ക്കോ മറ്റോ ഈ CPI നേതാക്കൾ പൊതുവിൽ നേരത്തെയൊക്കെ CPMന്റെ ചുമലിൽ ചാരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാൽ ഉത്തരവാദിത്തം CPI കൂടി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു തുറന്നു പറച്ചിലാണ് ആദിൽ പാലോടിനോട് ബിനോയ് വിശ്വം നടത്തിയത് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മാർ കൂറിലോസിനെതിരായ വിമർശനത്തിനൊക്കെ വളരെ വ്യക്തമായ മറുപടിയും പറയുന്നുണ്ട്. അതായത് CPI സംസ്ഥാന സെക്രട്ടറിയായ എനിക്കെതിരെയാണ് കൂറിലോസ് ഇങ്ങനൊരു വിമർശനം നടത്തിയിരുന്നതെങ്കിൽ താൻ അങ്ങനെ പറയില്ലായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നത് പിണറായി വിജയന് തന്നെ ഉള്ള ഒരു പരോക്ഷ വിമർശനം കൂടിയാണ്. മാത്രമല്ല സുജയ, ബിനോയ് വിശ്വം പറയുന്നതിൻ്റെ വരികൾക്കിടയിലൂടെ മനസ്സിലാക്കിയാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് പൊതുജനങ്ങളിൽ നിന്ന് അടുപ്പം, അതായത് അകലം കൂടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്ര വലിയ പരാജയം. പരാജയത്തെ പരാജയമായി തന്നെ കാണണം. തെറ്റുകൾ തിരുത്തണം, പിശകുകൾ തിരുത്തണം, ഒപ്പം വിനയത്തോടുകൂടി ജനങ്ങളോട് പെരുമാറണം. പൊതുജനങ്ങളോടുള്ള ബന്ധം, ഇഴയെടുപ്പം അത് കൂട്ടണമെന്ന് വ്യക്തമായി പറയുകയാണ് ബിനോയ് വിശ്വം. മാത്രമല്ല, മൊത്തത്തിൽ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. അതായത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി കേരളത്തെ വിഴുങ്ങുന്നുണ്ട്, അത് ഗുരുതരമായ പ്രതിസന്ധി ഭരണത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ബിനോയ് വിശ്വവും ഏറ്റുപറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, CPMനെ പ്രത്യക്ഷമായി വിമർശിക്കുന്നില്ലെങ്കിൽ പോലും പറയേണ്ട കാര്യങ്ങൾ വരികൾക്കിടയിലൂടെ പറഞ്ഞ് കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ച് എന്നാലോ കൂട്ടമായ ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പരാജയത്തെ സമ്മതിക്കുകയാണ് ബിനോയ് വിശ്വം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സുജയ.